തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് എന്നാണ് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഇതുവരെ 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴികെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. രാവിലെ തന്നെ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്കായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള, നടിയെ ആക്രമിച്ച കേസിലെ വിധി, വികസനം തുടങ്ങിയ വിഷയങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ പ്രധാന ചർച്ചയായി. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ ഇലക്ഷനിലും അവർ നടപ്പിലാക്കിയിരിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മികച്ച ആത്മവിശ്വാസമെന്ന് LDF നേതാക്കൾ. ആ ഭരണ തുടർച്ചയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പം അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും LDFന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ ഇവിടുത്തെ ജീവിതമുണ്ട്. ഓരോ രംഗത്തും ഉണ്ടായ മുന്നേറ്റമുണ്ട്. അതെല്ലാം ഉണ്ടാക്കിയ ഗവൺമെന്റിന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കും. BSP സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് EVM-ൽ രേഖപ്പെടുത്തിയില്ലെന്ന പരാതിക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ തെക്ക് ഭാഗം എന്നുള്ള പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് അവിടെ റീപോളിംഗിന് ഉത്തരവായിട്ടുണ്ട്. 2-ാം ഘട്ടത്തിൽ മറ്റ് 7 ജില്ലകളിലെ പോളിംഗ് നടക്കുന്നതോടൊപ്പം ഈ പോളിംഗ് സ്റ്റേഷനിലെ റീപോളിംഗ് നടക്കുന്നതാണ്. തിരുവനന്തപുരം അരുവിക്കര അഴീക്കോട് ബൂത്തിൽ കള്ളവോട്ട് ചെയ്യാൻ എത്തിയതാണെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ 2 പേരെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. ഇവർ കള്ളവോട്ട് ചെയ്തില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്ത് 2-ാം വാർഡിൽ വോട്ടെടുപ്പിനിടെ തർക്കമുണ്ടായി. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ കള്ളവോട്ട് നടന്നെന്ന് LDF ആരോപിച്ചു. എറണാകുളം മരടിൽ NDA സ്ഥാനാർത്ഥിയുടെ മാതാവിന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തെന്ന് BJP ആരോപിച്ചു. തന്റെ വോട്ട് മറ്റാരോ ചെയ്തെന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് പരാതി നൽകി. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തും എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ 10-ാം വാർഡിലും വോട്ടെടുപ്പ് മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.